ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു നിമിഷം അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. കോൺഫ്ലിക്റ്റ്, ഹൈ പ്രീസ്റ്റസ്, കാർമിക് പാർട്ട്ണർ, ജേണി, എക്സ്പെക്ട് ട്രാവൽ, അവേക്കണിങ്, സെൽഫ് ലവ് ആണ് വന്നിട്ടുള്ളത്, ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ഇതിൽ വന്നിട്ടുള്ള ട്രാൻസ്ഫോമിങ് ഇൻ ടു സംതിങ് ബെറ്റർ ആണ്. അപ്പം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാരണമായി എന്നാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമാണെന്നാണ് അവർ പറയുന്നത്, അവർ ചിന്തിക്കുന്നത്. ഇതിൽ ചിലപ്പം അവരുടെ പഴയ ചിന്താഗതിയോ അല്ലെങ്കിൽ അവരുടെ ഭയമോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ള അങ്ങനത്തെ ചിന്തകളോ എന്തൊക്കെയോ അവരുടെ പഴയ എന്തൊക്കെയോ പാറ്റേൺ നിങ്ങൾ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ നിങ്ങളാണ് അവരുടെ ജീവിതം മാറ്റിയത്. മാത്രമല്ല അവർ മുമ്പുണ്ടായിരുന്ന ആളെ ആയിരിക്കില്ല നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വന്നതിന് ശേഷം. അപ്പോൾ നിങ്ങളെ കണ്ടതിന് ശേഷം പല കാര്യങ്ങളും വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങിയെന്നവർ ഈ ഒരു സമയം പോലും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. ഒരു സംഘർഷമുണ്ട് ഇപ്പോഴും. ഇതിൽ നിങ്ങളോട് സംസാരിക്കണം എന്നവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ എങ്ങനെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ വീണ്ടും റീകണക്ട് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ സാഹചര്യങ്ങൾ ഇവരെ തടയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വരാനുള്ളൊരു സാഹചര്യത്തിലല്ല ഈ പ്രസൻറ്റ് ടൈമിൽ അവർ ജീവിക്കുന്നതെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് ഉള്ളിലുള്ള ഒരു സംഘർഷമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ ഉണ്ടായിപ്പോയ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ അവരുടെയോ നിങ്ങളുടെയോ ഫാമിലി ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയം ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങളെന്ന് പറയുന്നത് ഇതിൽ അതിൽ റെക്കഗ്നൈസ് ആൻഡ് റെസ്പെക്ട് യുവർ ഹിഡൻ പവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളെന്താ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയം. ഒരു സാധാരണ വ്യക്തിയല്ല നിങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ശരിക്കും എന്തൊക്കെ പവറുള്ള ഒരു ഹിഡൻ പവറുള്ള, മാത്രമല്ല എല്ലാ കാര്യങ്ങളും പറയാതെ തന്നെ മനസ്സിലാക്കുന്ന അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു പ്രവചനം ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ള കാര്യങ്ങളെ പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ ഇത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റുന്ന, ചിലപ്പോൾ അവരുടെ കൂട്ടുകെട്ടുകൾ ഇതത്ര ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ശക്തി നിങ്ങളിലുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ളത്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ കഴിവും മാത്രമല്ല പവറും ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുത്തതെല്ലാം കൃത്യമാണെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അവർ ചെയ്ത് വളരെ വലിയ അബദ്ധത്തിൽ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളും അവരുമായിട്ട് വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പറയുന്നത് അവർ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അതേപോലെ നിങ്ങൾ എന്താണോ പറഞ്ഞത് അതായിരിക്കും സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത, എന്നാൽ
നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ കഴിവ് അതുണ്ട് എന്ന് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. ഇതിൽ കാർമിക് പാർട്ട്ണറാണ്. ഇത് ഒരു സാധാരണ ഒരു പരിചയമല്ല നിങ്ങളും അവരും തമ്മിലെന്നുള്ളതാണ് കാണുന്നത്. ഒരു കാർമിക് കണക്ഷൻ, അതായത് അവരുടെ വിധി മാറ്റാൻ വന്ന ഒരാളാണ് നിങ്ങളെന്നുള്ളതാണ് അവർ ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടേണ്ട ആൾക്കാർ തന്നെയായിരുന്നു. അതുപോലെ നിങ്ങൾ കണ്ടുമുട്ടിയതിന് ഒരു കാരണവുമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എന്താണ് എന്നവർ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ തക്കവണ്ണമുള്ള എന്തോ വലിയൊരു കാര്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു കണ്ടുമുട്ടലിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും വളരെയധികം ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് ആ സമയം അവർ മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ഒരു സമയം അവരത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ജേണി, എക്സ്പെക്റ്റഡ് ട്രാവലാണ് വന്നിട്ടുള്ളത്. നിങ്ങളിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു ട്രെയിൻ ഒരു തുരങ്കത്തു നിന്ന് പുറത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളിലേക്ക് എത്താൻ അവർ ആഗ്രഹിക്കുന്നു. അത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കണക്ഷനോ കണക്കോ എന്ന് അതിലുപരി നിങ്ങളുടെ ആ ഒരു ആത്മീയമായ ഒരു കണക്ഷൻ, ആ ഒരു യാത്ര അത് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല ഇപ്പം അവർ കണക്ക് കൂട്ടുന്നുണ്ട്, എന്നായാലും അവർ നിങ്ങളെ കാണും, വീണ്ടും സംസാരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടില്ല. കാരണം അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കണക്ഷൻ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ഒരു പ്രാർത്ഥനയിലാണെന്നാണ് കാണുന്നത്. കാരണം അവർക്ക് അറിയാം, അവരെ സോൾ അത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് അവരൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഒരു യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടാകേണ്ട ആളാണ് നിങ്ങളെന്ന് ഉറപ്പായിട്ട് അവർക്കറിയാം. ഈ ഒരു സമയം നിങ്ങളില്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് ഇപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും കുറച്ചു കാലം കഴിയുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട ആൾക്കാരാണ് എന്നവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. എവേക്കണിങ് ആണ് വന്നിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾ അവരെ എവേക്കൺ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ കാണണം. യു ആർ ദ ലൈറ്റ് വർക്കർ, ബിക്കം കോൺഷ്യസ് ഓഫ് യുവർ സോൾസ് ലൈറ്റ് പവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കണ്ടതിന് ശേഷമാണ് അവർക്ക് കുറച്ച് സത്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു റാന്തലാണ്. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും സത്യം തെളിയിച്ചു കൊടുത്ത ആളാണ്, സത്യം മനസ്സിലാക്കി കൊടുത്ത, സത്യം പറഞ്ഞു കൊടുത്ത ആളാണെന്നുള്ളതാണ്. അവരുടെ ആത്മാവിലൊരു ലൈറ്റ്, ഒരു വെളിച്ചം വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആത്മാവിലൊരു വെളിച്ചം കൊണ്ടുവരാനുള്ള ആളാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ശരിക്കും അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ ഒരുപാട് സഹായിച്ചു എന്നവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവർ മുമ്പ് കാണാതിരുന്ന, മുമ്പ് ശ്രദ്ധിക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, അവർ കൂടുതൽ ഒരു ഡിവൈനിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതായത് അവർക്കും ഒരു സ്പിരിച്വൽ പവർ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സ്പിരിച്വൽ ജേണിയിലാണ് അവരും ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരത് മനസ്സിലാക്കുന്നു, നിങ്ങൾ നിമിത്തമാണ് എന്നുള്ളതാണ്. ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് സെൽഫ് ലവ് ആണ്. അപ്പോൾ ഇപ്പം അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അവരെ ശ്രദ്ധിക്കാൻ അവർ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നത്. കാരണം ആൾറെഡി നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നു, അവർ ആദ്യം അവരവരുടെ മുറിവുകൾ ഉണക്കാനാണ് നിൽക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരാളിനെ അടുത്തേക്ക് പോകേണ്ടതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ വിചാരിക്കുന്നത് അവരെ തന്നെ ഒന്ന് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ മൂല്യം അവർ തിരിച്ചറിയണം. അപ്പം അതിന് ഇത് രണ്ടുപേരുടെയും വ്യക്തിപരമായിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയാൽ മാത്രമേ എന്നിട്ടാണ് ഈ ഒരു ബന്ധം മുന്നിലേക്ക് പോകേണ്ടതെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇപ്പം ചിന്തിക്കുന്നത് യാദൃച്ഛികമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച അല്ല.
മാത്രമല്ല അവരെ ഒന്ന് എവേക്കണാക്കാൻ നിങ്ങൾ സഹായിച്ചു. നിങ്ങളാണ് അവരുടെ ആത്മാവിനെ സ്പർശിച്ചതെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഒരിക്കലും നിങ്ങളില്ലായിരുന്നെങ്കിൽ പല സത്യങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് പറ്റൂലായിരുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ പക്ഷേ ഇപ്പോഴും അവരുടെ ഉള്ളിൽ കുറേ സംഘർഷങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ചുറ്റും. എന്നാലും അവർ അതിനിടയിൽ നിന്നും അവരെ കണ്ടെത്താനും അവരെ സ്നേഹിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് ശരിക്കും ഒരു അർത്ഥമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇത് വീണ്ടും റീകണക്ട് ചെയ്യും, എന്തായാലും റീകണക്ട് ചെയ്യണം എന്നവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു സാധാരണ ബന്ധമല്ല. കുറേ ആൾക്കാർ ഇതിൽ ഒരു ഡിവൈൻ കണക്ഷനിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവരൊക്കെ കുറച്ച് സ്പിരിച്വൽ പാത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.